ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഉള്ളി, ഇച്ചിരി ഇഞ്ചി, ക്യാരറ്റ്, കരിയാപ്പില ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ സ്കൂളിൽ ഇതാ കൊണ്ടുപോകുന്നു. എന്നെന്നും ചോറും ചപ്പാത്തിയൊക്കെ കൊണ്ടുപോകുന്നതിന് പകരം ഒരു ദിവസം ഒരു ചേഞ്ച്. പിള്ളേർക്കും ഇതുപോലെ ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തു വിടാമെങ്കിൽ അവരും ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കും. ബ്രെഡ് ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമേ. ബ്രെഡ് ഞാനിങ്ങനെ മിക്സി ജാറിനകത്തോട്ടിട്ട് ഒത്തിരി നേരം കറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ഒത്തിരി നേരം കറക്കാൻ പാടില്ല. ഇതുപോലെ എടുക്കണം. ഇതിനകത്ത് ഞാൻ കുറച്ച് ഗ്രീൻ പീസോട് ചേർത്തിട്ടുണ്ട്. കടായി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, എല്ലാം കൂടി വഴറ്റിക്കൊണ്ടിരിക്കുവാണേ. അതിനകത്ത് കുറച്ച് ഉപ്പേ ആഡ് ചെയ്യാവൂ. ഓൾറെഡി ബ്രെഡിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ചേർക്കാവൂ. നിങ്ങൾക്ക് ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വച്ച് വേവിക്കാമേ. അങ്ങനെ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറേശ്ശെ ബ്രെഡ് പൊടിച്ചത് അങ്ങോട്ടിടാമേ. ഇനി ഞാനകത്ത് ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. നമ്മൾ ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നേരത്ത് അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. നിങ്ങൾക്ക് ഇതിനകത്ത് ബീൻസ് പിന്നെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ എല്ലാം ഇടാം. നല്ല കളർഫുൾ ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും. നമ്മൾ ഉള്ളി എല്ലാം കൂടി ഒത്തിരി നേരം വഴറ്റാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. വഴറ്റിയാൽ വെച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ചു വച്ച് വേവിക്കണം. അടിപൊളിയാണ്, സൂപ്പർ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതേ മെത്തേഡിൽ നിങ്ങളൊന്നും ഉണ്ടാക്കണമേ. സൂപ്പർ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.